ഹലോ, വൈകുന്നേരം വെറുതെ ഒന്ന് പാടത്തേക്കൊരു ഇറക്കം. മക്കളെല്ലാം സ്കൂളിട്ട് വന്ന് ഇറങ്ങാം. ഒരു ഹായ് പറയ് രണ്ടാളും. പാത്തുവാ ഹായ്. പാത്തുവാ. കുറച്ച് നടന്ന് പോവാനുണ്ട് കേട്ടോ ഉപ്പാൻ്റെ വായിലേക്ക്. ഇതിനിടയിൽ സൂര്യൻ നമ്മളെ നന്നായിട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. വൈകുന്നേരത്തെ വെയിലും കൊണ്ട് പോകുകയാണ്. ഓൻ കാണിച്ചു തന്നെ തോട്ടിലൊരു മീൻ ഇളകാതെ കിടക്കും. വീഡിയോയിൽ ക്ലിയർ ആണുണ്ടോയെന്ന് അറിയില്ല. അത്യാവശ്യം വലുപ്പമുണ്ട്. ബിലാലാണെന്ന് തോന്നുന്നു. ആള് വീഡിയോ എടുക്കാമെന്ന് അറിയണതുകൊണ്ടാണെന്നാവും. നല്ല സ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടില്ലായിരുന്നു ഞാറ് പരിക്കലും നടലും. അതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവില്ലേ ജീവിതത്തിൽ. ചില നല്ലതുണ്ടാകും, ചിലത് വളരെ സങ്കടമുള്ളതുണ്ടാവും. അങ്ങനെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഓരോ മനുഷ്യന്മാർക്കും ഓരോ തോന്നലുകൾ വരുന്നത്. ചിലർക്കത് നല്ല തുടക്കമായിരിക്കും, ചിലർ പറ്റേ മോശം രീതിയിലേക്കായിരിക്കും പോവുക. അങ്ങനെയൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും കാണും. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ പല ശബ്ദങ്ങളും കേൾക്കും. ആരും മൈൻഡ് ചെയ്യണ്ട. ഇത് കൃഷി ചെയ്യാനുള്ള കുറച്ച് സ്ഥലമാണ് കേട്ടോ. ട്രാക്ടർ കൊണ്ട് കൂട്ടിയതാണ് നമ്മുടെ പച്ചക്കറി. വിത്ത് പാകിയുണ്ട്, മുള പൊട്ടിയിട്ടൊന്നുമില്ല. 2 ദിവസമായെന്ന് തോന്നുന്നു. ഒന്നുകൂടി വെയിലാറിയിട്ടാണ് നനക്കാൻ വരൽ. ഉപ്പാൻ്റെ വായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. പന്നിയുണ്ട് സൂക്ഷിച്ചോന്നും പറഞ്ഞ് പേടിക്ക് വന്ന ആളാ. ഇത് നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ വാഴയാണ്. ഞങ്ങൾ വായയിലേക്ക് എത്തിയപ്പോഴേക്കും ഉപ്പ വായ നന തുടങ്ങിയിരുന്നു. വെള്ളം കണ്ടാൽ പിന്നെ മക്കൾക്ക് നിക്കപ്പൊറുതിയില്ലല്ലോ. അവരതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിമിർത്ത് അർമാദിച്ചെന്ന് തന്നെ പറയും, ചളിയിലും വെള്ളത്തിലും. ഇവൻക്കിതെന്താ സാധനം എന്നൊന്നും അറിയില്ലെങ്കിലും അവനുപ്പ ചെയ്യണ ജോലി കണ്ട് പഠിച്ച് ആത്മാർത്ഥതയോട് കൂടി ചെയ്യണുണ്ട്. എന്താണെങ്കിലും എല്ലാ കഴിവിലും വേണ്ടേ മക്കൾ വളരുക. ചളിയിലും വെള്ളത്തിലും എല്ലാത്തിലും. അവർ സ്കൂൾ വിട്ട് വന്ന അവരുടെ ഏറ്റവും വലിയ ഹോബി എന്ന് വെച്ചാൽ ഉപ്പാനൊപ്പം പാടത്തേക്ക് വരിക, വെള്ളത്തിൽ കളിക്കുക, ചളി കളിക്കുക, ഇതുപോലെ ഉപ്പ ചെയ്യണത് അനുകരിക്കുക. ഇതൊക്കെ ഉണ്ട് അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി. പഠിപ്പിനേക്കാളും ഇഷ്ടപ്പെട്ട ജോലി ഇതൊക്കെ തന്നെയാണ്. 3 പേരും അങ്ങ് ആർമാദിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കർഷകൻ. മക്കൾക്ക് വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ട്. ഇവിടെ ഞങ്ങളുടെ പാടത്ത് ഉപ്പ മാത്രമല്ല കേട്ടോ കൃഷി ചെയ്യുന്നത്. വേറെയും ഒരുപാട് കർഷകരുണ്ട്. വാഴ, നെല്ല്, പൂള, പച്ചക്കറി, അങ്ങനെയുള്ള എല്ലാവിധ കൃഷികളുമുണ്ട്. അതുകൊണ്ട് തന്നെ വൈകുന്നേരവും രാവിലെയുള്ള പാടത്തേക്കുള്ള യാത്ര വളരെ മനോഹരമാണ്. പാടത്ത് ഒരുപാട് വീട്ടുകാരും താമസിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഞങ്ങളുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യം. പെട്ടെന്ന് വീട്ടിൽ ചെന്ന് മക്കൾക്ക് എന്തെങ്കിലും കഴിക്കാനും കൊടുത്ത് അവരെ ക്ലാസ്സിന് കൊണ്ടുപോട്ടെ കേട്ടോ. വീഡിയോ എടുക്കുന്നവർ ഹായ് പറയടാന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ഭയങ്കര ഡിമാൻഡ്. മറ്റുള്ളവർ ഫുൾ ആക്റ്റീവാണ്. മക്കളുടെ ക്ലാസ് എത്തിയിട്ടോ. അവരെ ഇവിടെ ഇറക്കിയിട്ട് എനിക്കൊന്ന് എൻ്റെ വീട് വരെ ഒന്ന് പോയി വരണം. അവരുടെ ക്ലാസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചു വന്ന് അവരെയും പിക്ക് ചെയ്ത് വീട്ടിലേക്ക്. വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്താണെന്നറിയില്ല, നന്നായിട്ട് ബായ് പറഞ്ഞു വിടുന്നുണ്ട്. 4ാം നിലയിലാണ് കേട്ടോ മക്കളുടെ ക്ലാസ്. താഴെ നിന്നും 4ാം നിലയിലേക്ക് എത്തുമ്പോഴേക്കും മക്കൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് അവരവരുടെ ക്ലാസ്സിലേക്ക് പോയി. അങ്ങനെ ഏകദേശം രാത്രിയായി. എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. തിരിച്ചു വന്ന് മക്കളുടെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവരെ എടുത്ത് വീട്ടിലേക്ക്. ഇനി ഇൻഷാ അല്ലാഹ് നല്ലൊരു വ്ളോഗുമായി നാളെ വരാം. അതുവരേക്കും
ബൈ. ഗുഡ് നൈറ്റ്.